ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഷോസ് എ പൊട്ടൻഷ്യോമീറ്റർ വിത്ത് എ സെൽ ഓഫ് 2 volt and internal resistance 0.40 ohm maintaining a potential drop across a resistor wire AB. അപ്പം നമ്മുടെ ഇവിടെ ഒരു സെല്ലുണ്ട്, അതിൻ്റെ ഇ എം എഫ് എത്ര 2 volt ആണ്, അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.4 ohm. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ പൊട്ടൻഷ്യോമീറ്റർ വയർ എ ബി. ദെൻ അടുത്തെന്താണ്? എ സ്റ്റാൻഡേർഡ് സെൽ വിച്ച് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് ഇ എം എഫ് ഓഫ് 1.02 volt gives a balance point at 67.3 length in the length of the wire. ഓക്കെ, എന്താണ് ഇവിടെ ഒരു സെല്ല് ഇരിപ്പുണ്ട്, അതിൻ്റെ ഇ എം എഫ് എത്ര 1.02. ഇത് വെച്ച് നോക്കിയപ്പോൾ ഉള്ള ബാലൻസിങ് ലെങ്ത് കിട്ടിയത് 67.3 എന്നാണ്. ദെൻ to ensure a very low current drawn from the standard cell, a high resistance 600 kilo ohm is put in series with it, which is then shorted close to balance point. എന്താണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ലാബിൽ പോയി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നോക്കുക, നമ്മുടെ സെൽ ഇതാണ്, സെക്കൻഡറിയിലെ സെൽ ഇതാണ്. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഗാൽവനോമീറ്റർ കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ പാരലായിട്ട് ഒരു കീ കൊടുത്തിട്ടേക്കുക, കീ ഓഫ് ആക്കി ഇട്ടേക്കണം. ഇനി നമ്മൾ ഇതിങ്ങനെ ഇതിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്മൂത്തായിട്ട് ഗാൽവനോമീറ്റർ വളരെ സ്മൂത്തായിട്ട് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലൈനിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗാൽവനോമീറ്ററിന്റെ പോയിന്റർ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗാൽവനോമീറ്റർ ഡാമേജ്ഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു 600 kilo ohm വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കറക്റ്റ് ഈ 0 ആവാറാകുന്ന സമയത്ത് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം? ഇവിടെ ഈ കീ അങ്ങ് ക്ലോസ് ചെയ്യാം. ഈ കീ അങ്ങ് ക്ലോസ് ചെയ്താൽ എന്ത് ചെയ്യും? പിന്നെ കറണ്ട് ഏത് ലൈൻ വഴിയേ പോകും? കറണ്ട് എപ്പോഴും ലോ റെസിസ്റ്റൻസ് പാത്ത് വഴിയേ പോകും. കറണ്ട് എപ്പോഴും ലോ റെസിസ്റ്റൻസ് പാത്ത് വഴിയേ പോകും. അപ്പം കറണ്ട് ഇപ്പം ഈ ലൈനിൽ കൂടെ പോകും, ഇതുവഴി പോകില്ല. അപ്പം ഇപ്പം ഏത് സർക്യൂട്ടിൽ ഇല്ല, 600 kilo ohm സർക്യൂട്ടിൽ വരുന്നില്ല, കറണ്ട് മേലിൽ കൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് ഗാൽവനോമീറ്റർ 0-ൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗാൽവനോമീറ്റർ 0-ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഗാൽവനോമീറ്റർ 0-ൽ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഗാൽവനോമീറ്റർ വഴി കറണ്ട് ഇല്ല. അപ്പോൾ ഗാൽവനോമീറ്ററിനെ അടിച്ചു പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. ഇത് നമ്മുടെ സെക്കൻഡറി ആണ്. ഇനി ജോക്കി നമ്മളിങ്ങനെ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ നമ്മൾ ഇതിപ്പോൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. ഗാൽവനോമീറ്റർ ചിലപ്പോൾ കത്തിപ്പോവും. അതെന്ത് എന്ന് ചോദിച്ചാൽ കറണ്ട് നേരെ ഈ റെസിസ്റ്റൻസിലൊന്നും കയറുന്നില്ല, കറണ്ട് സ്മൂത്ത് ആയിട്ട് ഇതിൽ കൂടെ കയറി വരാണ്. അപ്പം നല്ല കറണ്ട് ഗാൽവനോമീറ്ററിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഗാൽവനോമീറ്റർ ലൈനിൽ കൂടെ നല്ല സ്ട്രോങ് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിൽ കൂടെ സ്ട്രോങ് ആയിട്ട് ഗാൽവനോമീറ്റർ ലൈനിൽ കൂടെ ഇങ്ങനെ കറണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, ഗാൽവനോമീറ്റർ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതുപോലെ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്തിട്ട് ഈ കീ അങ്ങ് ഓഫ് ചെയ്തിടണം. കീ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ലൈനിൽ കറണ്ടിന് ഇനി ഇതുവഴി കയറി പോകാൻ പറ്റില്ല, കറണ്ട് ഇതിൽ കൂടെ കയറി പോകും. അപ്പോൾ ഈ ലൈനിൽ കൂടെ ചെറിയൊരു കറണ്ടേ പോകും. അപ്പോൾ ഈ ലൈനിൽ കൂടെ ചെറിയ കറണ്ടേ പോകും. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അങ്ങനെ അടിച്ചു പോകില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഗാൽവനോമീറ്റർ കിടന്ന് വൈബ്രേറ്റ് ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യും? ഈ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ കിടന്ന് ഇങ്ങനെ വെട്ടിയിരിക്കും. അപ്പോൾ അടിച്ചു പോകാനുള്ള ലക്ഷണങ്ങളാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക. ഗാൽവനോമീറ്ററിന്റെ പോയിന്റർ 0-ലേക്ക് എത്താറായി. ആ സമയത്ത് പതുക്കെ എന്ത് ചെയ്യുക? ഈ കീ അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ പതുക്കെ നീക്കി ജയിൽ എത്തുമ്പോഴത്തേക്ക് ഗാൽവനോമീറ്റർ 0 കാണിക്കും. ഇനി ഗാൽവനോമീറ്റർ അടിച്ചു പോകില്ലല്ലോ, ആ സെക്ഷൻ വഴി കറണ്ട് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് സർക്യൂട്ടിലില്ല, കറണ്ട് ഈ മേലിൽ കൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല, ഗാൽവനോമീറ്റർ അടിച്ചു പോകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ 1.02ന്റെ ഒരു സെല്ല് ഇവിടെ വെച്ചപ്പോൾ എത്ര ബാലൻസ് ലെങ്ത് കിട്ടി? 67.2 ബാലൻസ് ലെങ്ത് കിട്ടി. ഇത് ഞാൻ കൂടുതൽ ആഡംബരം കാണിക്കുന്നില്ല, നിങ്ങൾ ലാബ് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട്. ഇനി എന്താണ് അടുത്ത സെന്റൻസ്? ടു എൻഷുർ, അതും പറഞ്ഞു, ദ സ്റ്റാൻഡേർഡ് സെൽ ഈസ് ദെൻ റീപ്ലേസ്ഡ് ബൈ എ സെൽ ഓഫ് അൺനോൺ ഇ എം എഫ് ഇ. ഈ സെല്ലിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു സെല്ല് വെച്ചു, ഈ ഇ എം എഫ് ഉള്ളത്. ബാലൻസ് പോയിന്റ് നമുക്ക് കിട്ടിയത് 82.3-ലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് സെൽ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ സെൽ ഓഫ് ഇ എം എഫ് ഇ, then balance length is 82.3. then what is the value of E? യുടെ വാല്യൂ എത്ര? അത് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? by the principle of potentiometer, EMF of the cell in secondary proportional to balancing length എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ പറയൂ, E1
പ്രൊപ്പോർഷണൽ ടു L1, E2 പ്രൊപ്പോർഷണൽ ടു L2. അപ്പോൾ E1 by E2 ഈസ് ഈക്വൽ ടു പറയൂ L1 by L2 എന്നാണ്. ഇനി ആദ്യത്തെ കേസിൽ E1ന്റെ വാല്യൂ 1.02 ആണ്, ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ കേസിൽ E ആണ്, ഈസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ L1 കിട്ടിയിരിക്കുന്നത് 67.3 ആണ്, ഡിവൈഡഡ് ബൈ L2ന്റെ വാല്യൂ ഇപ്പോൾ എത്രയാ 82.3 എന്നാണ്. ഇത് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഞാൻ പറയുന്നില്ല, ക്രോസ് ചെയ്യുക, ഈ കണ്ടുപിടിക്കുക. ഇയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.25 വോൾട്ട് എന്നാണ്. 1.25 ഇത് പറയണ്ടല്ലോ, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പർപ്പസ് ഡസ് ദ ഹൈ റെസിസ്റ്റൻസ് 600 കിലോ ഓം ഹാവ്? 600 കിലോ ഓം എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഗാൽനോമീറ്റർ. ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? ഗാൽനോമീറ്ററിനെ ഫ്രം ഓവർ കറൻസ്. ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ഗാൽനോമീറ്റർ ഫ്രം ഓവർ കറൻസ്. ഇനി അടുത്ത, ഈസ് ദ ബാലൻസ് പോയിന്റ് അഫക്റ്റഡ് ബൈ ദിസ് ഹൈ റെസിസ്റ്റൻസ്? ബാലൻസ് പോയിന്റ് ഈ ഹൈ റെസിസ്റ്റൻസുമായിട്ട് ബന്ധമല്ല ഉണ്ടോ? ബാലൻസ് പോയിന്റിന് ഈ റെസിസ്റ്റൻസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾ എത്ര വെച്ചാലും പ്രശ്നമില്ല, ബിക്കോസ് യു ആർ ഫോളോയിങ് നൾ മെത്തേഡ്. അപ്പോൾ നൾ മെത്തേഡ് ആകുമ്പോൾ ജോക്കി ഇവിടെ വരുന്ന സമയത്ത് ഗാൽനോമീറ്റർ ഷോസ് 0. അപ്പൊ ഈ ലൈനിൽ എന്തില്ല? കറണ്ട് ഇല്ല. ഈ ലൈനിൽ കറണ്ടേ ഇല്ല. അപ്പൊ പിന്നെ അവിടെ ഏത് റെസിസ്റ്റൻസ് വെച്ചാലും പ്രശ്നമില്ല. അപ്പൊ 600 അല്ല, നിങ്ങൾ 800 വെച്ചാലും 1000 വെച്ചാലും എത്ര വെച്ചാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ, വി ഫോളോ നൾ മെത്തേഡ്. ഓക്കെ, then jockey is now at the point J. Galvanometer shows 0. No current in this line. So in this line, no current. So you can connect any resistance here, high resistance. So it will not affect the balance length. Okay. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഈസ് ദ ബാലൻസ് പോയിന്റ് അഫക്റ്റഡ് ബൈ ഹൈ റെസിസ്റ്റൻസ്? നോ. ദെൻ അടുത്ത എന്താണ്? ഈസ് ദ ബാലൻസ് പോയിന്റ് അഫക്റ്റഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ ഇൻ സെക്കൻഡറി? ഈ സെല്ലിന്റെ സെക്കൻഡറിയിലെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ബാലൻസ് പോയിന്റിനെ അഫക്ട് ചെയ്യുമെന്ന്? നോ. വൈ? സി സെക്കൻഡറി, ഗാൽനോമീറ്റർ ഈസ് ഷോയിങ് 0. സോ സെക്കൻഡറി സർക്യൂട്ട് ഈസ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ open circuit, as if it is open. So secondary works as if it is open. അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ്. അപ്പൊ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇത് ചുമ്മാ ഇവിടെ ഇരിക്കുന്നത് പോലെയാണ്. അപ്പൊ ഈ സെൽ ഇവിടെ ചുമ്മാ ഇരിക്കുന്നത് പോലെയാണ്. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ഹാസ് നോ റോൾ. So internal resistance is not a matter. So internal resistance of the cell in secondary will not affect valence point. Okay. So in potentiometer we follow which method? Null method. So in null condition, when the galvanometer shows 0, no current passes in the secondary circuit. So secondary cell is like open circuit, as it is in open circuit. So no current is drawn from it. Internal resistance of it is not a matter. So internal resistance of the cell in secondary will not affect balance condition. Okay. Then at the question, would the method work in the above situation if the driver cell of potentiometer had EMF 1 volt instead of 2 volt? Driver cell എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ സെല്ലാണ്. പ്രൈമറിയിലെ സെല്ലിന്റെ EMF എത്രയാ? 2 വോൾട്ട് ആണ്. അത് മാറ്റിയിട്ട് എത്ര ആക്കണം? 1 വോൾട്ട് വെച്ചാൽ വർക്ക് ചെയ്യുമെന്ന്. അപ്പൊ ഇവിടെ 1 വോൾട്ട് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ബാലൻസ് ലെങ്ത് കിട്ടണമെങ്കിൽ EMF of the cell in primary must be greater than EMF of the cell in secondary. Here what is the EMF of the cell in secondary? 1.02. ഇതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ 1 വെച്ചാൽ this will not work. So you are not going to get balance length. Balance length കിട്ടാൻ പോകുന്നില്ല. Okay. So what is our primary condition? EMF of the cell in primary must be definitely greater than EMF of the cell in secondary. അടുത്ത, would the circuit work well for determining extremely small EMF? Say a few millivolt. എന്താണ് ഈ സർക്യൂട്ട് ഉപയോഗിച്ച് എത്രയെങ്കിലും മില്ലി വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഡു യു തിങ്ക് ദാറ്റ് ദിസ് സർക്യൂട്ട് ഈസ് സഫിഷ്യന്റ് ടു മെഷർ സ്മോൾ, വെരി വെരി സ്മോൾ വോൾട്ടേജ്? ഇപ്പൊ ഈ സെക്കൻഡറിയിൽ ഇരിക്കുന്ന സെല്ലിന്റെ EMF ഇപ്പൊ എത്രയാണ്? 1.02 വോൾട്ട് ആണ്. ഇത് എത്രയെങ്കിലും മില്ലി വോൾട്ട് ആയാൽ ഇത് അളക്കാൻ നമുക്ക് ബാലൻസ് ലെങ്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. കാരണം ആസ് സച്ച് ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഈ സെല്ലിനെ മാറ്റിയിട്ട് മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഒരു സെല്ല് വെക്കണമെന്ന് പറഞ്ഞാൽ അതിനെയും ഈ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് അളക്കണമെന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഗെറ്റ് എ സഫിഷ്യന്റ് ലെങ്ത് ഹിയർ. യുവർ പൊട്ടൻഷ്യോമീറ്റർ മസ്റ്റ് ബി സെൻസിറ്റീവ്. ശരിയല്ലേ? സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള മെത്തേഡ്സ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലേ. എന്താണ്? പൊട്ടൻഷ്യോമീറ്ററിന്റെ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് എന്താണ്? അതിൽ കൂടെ ഉള്ള കറണ്ട് കുറയ്ക്കുക.
അപ്പൊ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ആസ് സച്ച് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. സി അപ്പൊ പൊട്ടൻഷ്യോമീറ്ററിന്റെ ലെങ്ത് കൂട്ടാൻ ആരും സമ്മതിക്കില്ല നമ്മളെ ലാബിൽ. അപ്പൊ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ പൊട്ടൻഷ്യോമീറ്റർ വയറുമായിട്ട് എന്ത് ചെയ്യുക, ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുക. ഇപ്പൊ പ്രൈമറി സർക്യൂട്ടിൽ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രൈമറിയിൽ എത്ര വേണമെങ്കിലും റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുക, എന്നിട്ട് പൊട്ടൻഷ്യോമീറ്റർ വഴിയുള്ള കറണ്ട് കുറയ്ക്കുക. കറണ്ട് വളരെ വളരെ കുറച്ചാൽ എന്താണ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് വളരെ വളരെ കുറയും. ഈവൻ സ്മോൾ വോൾട്ടേജ് ക്യാൻ ബി മെഷേർഡ്. So in the present condition, this circuit is unsuitable. How will you modify this circuit? By including a resistance in the primary circuit, the current through the potentiometer can be minimized, potential gradient can be minimized. In that condition only you can measure even small voltages. Okay? അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.